ഞാൻ അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ സ്വൽപ്പമേ ചിരിക്കൂ, ധാരാളം കരയുമായിരുന്നു എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഇനി പറയുന്നത് മുതൽ നിങ്ങൾ മനസ്സ് തുറന്ന് കാത് തുറന്ന് കേട്ടാൽ പോരാ, മനസ്സ് തുറന്ന് കേൾക്കണം, എങ്കിലിത് മനസ്സിലാവൂ. നിങ്ങൾ എന്നേക്കാൾ മനസ്സിലാക്കാൻ പറ്റിയവരാണ്, അത് മറ്റൊരു വിഷയം. ഞാൻ ഇതിന്റെ ഭാഗമായി പറഞ്ഞു എന്ന് മാത്രം. ഞാൻ റസൂലുള്ളാഹിന്റെ ഒരു സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഭാവം എങ്ങനെയാണെന്ന് ഹദീസിൽ വന്നത് പറയാം. അത് വെച്ചിട്ട് നമ്മുടെ മനോഭാവത്തെ നിങ്ങൾ അളക്കണം. എന്നിട്ട് ആധുനികത എന്തുകൊണ്ട് ഒരു തെറ്റായ ടെൻഡൻസിയാണ് എന്ന് മനസ്സിലാക്കുകയും വേണം. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുതവാസിലൽ അഹ്സാനി ദായിമൽ ഫിക്രി ലൈസ ലഹു റാഹ ലികുല്ലി ഹാലിൻ ഇൻദഹു ഇതാദ്. എന്താണ് നബി എന്ന് ചോദിച്ചാൽ, റസൂലുള്ളാഹിന്റെ ഒരു വൈബ് എന്താന്ന് ചോദിച്ചാൽ ഇതാണ് വൈബ്. റസൂലുള്ളാഹിന്റെ വൈബും നമ്മൾ ആലോചിക്കണല്ലോ. ചക്കന്മാരെ വൈബും കാന്താരി പെൺകുട്ടികളുടെ വൈബും തന്ത വൈബും മാത്രം ആലോചിച്ചാൽ പോരാ, എന്തായിരുന്നു റസൂലുള്ളാഹിന്റെ വൈബ്? അതാണ് ഈ പറഞ്ഞത്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു മുതവാസിലൽ അഹ്സാൻ, സദാ ദുഃഖിതനായിരുന്നു, ഖിന്നനായിരുന്നു. ദായിമൽ ഫിക്ർ, സദാ സുചിന്തിതനായിരുന്നു, ചിന്തകനായിരുന്നു. ലൈസ ലഹു റാഹ, മതിമറക്കുന്ന ഒരു ചിയർ സന്ദർഭം നബിക്കുണ്ടായിരുന്നേയില്ല. ലികുല്ലി ഹാലിൻ, സന്ദർഭമേതായാലും ഇൻദഹു ഇതാദുൻ, അത് മറികടക്കാനുള്ള മറുമരുന്ന് നബിയുടെ കയ്യിലുണ്ടായിരുന്നു. എന്താ പറഞ്ഞത്? മുതവാസിലൽ അഹ്സാൻ. എപ്പോഴും റസൂലുള്ളാഹിക്ക് ടെൻഷനായിരുന്നു. എന്ത് ടെൻഷൻ എന്നറിയോ? മാനവികതയുടെ ടെൻഷൻ. കച്ചവടം പൊട്ടിയ ടെൻഷനല്ല, ആൾക്കാര് പഴി പറഞ്ഞ ടെൻഷനല്ല, അംഗീകരിക്കപ്പെടാത്ത ടെൻഷനല്ല. റസൂലുള്ളാഹിന്റെ ടെൻഷൻ ജീവകാരുണ്യപരമായ ടെൻഷനാണ്. എന്തുകൊണ്ടാണ് റബ്ബേ ഇത്രയും വ്യക്തമായ ശക്തമായ ഈ സത്യം ജനങ്ങൾക്ക് മനസ്സിലാവാത്തത്? എന്റെ അല്ലാഹ്, ഞാൻ ഉൾപ്പെട്ട ഈ വെളിച്ചം എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് കിട്ടുന്നില്ല? കാണുന്ന ആളുകളൊക്കെ ഇസ്ലാമിലേക്ക് വന്നില്ലെങ്കിൽ നരകത്തിൽ അകപ്പെട്ടു പോവില്ലേ? സമൂഹം എന്തേ ഇങ്ങനെ ദുഷിച്ചു പോയി? ലഹരിയിലാണല്ലോ, മദ്യമാണല്ലോ പ്രധാനം, യുദ്ധമാണല്ലോ പ്രധാനം, മദിരാക്ഷിയാണല്ലോ പ്രധാനം, തൊലിപ്പുറമെയുള്ള ആനന്ദങ്ങളാണല്ലോ പ്രധാനം. ഏവർക്കും വേണ്ടത് സുഖമാണല്ലോ. ആരും എന്തേ ആഴത്തിൽ ആലോചിക്കാത്തത്? പൊരുളുകൾ എന്തേ ചിന്തിക്കാത്തത്? ഇതാലോചിച്ചുകൊണ്ടായിരുന്നു കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുതവാസിലൽ അഹ്സാൻ. അതൊരു നേതാവിന്റെ ദുഃഖമാണ്, ഒരു മനുഷ്യ സ്നേഹിയുടെ ദുഃഖമാണ്. അതാണ് നബിയുടെ ദുഃഖം, അതാണ് നബിയുടെ ദുഃഖം. ഇവിടെ രാമന്റെ ദുഃഖം എന്ന് പുസ്തകം ഇറങ്ങി. ഇനി ഇറങ്ങേണ്ട പുസ്തകം മുഹമ്മദിന്റെ ദുഃഖമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മാനവികതയുടെ ദുഃഖമാണ്. സഹസമൂഹത്തിന്റെ നടപ്പിലുള്ള വേദനയാണ്. പിന്നെയോ ഇന്ന് ചിന്തിക്കണം, മറ്റുള്ളവരെ ആലോചിച്ചുകൊണ്ട് ദുഃഖിക്കുക എന്ന് പറയുന്നത് ആധുനിക ലോകം പഠിപ്പിക്കുന്നുണ്ടോ? അങ്ങനെയൊന്നുണ്ടോ ഇന്ന് ലോകത്ത്? അങ്ങനെയൊന്നുണ്ടോ ഇന്ന് ലോകത്ത്? മറ്റുള്ളവരെ ആലോചിച്ചുകൊണ്ട് ദുഃഖിക്കുക. ഗാസയിൽ കുഞ്ഞുങ്ങളെ കൊന്ന് കുഞ്ഞുങ്ങളെ കരിച്ചു തിന്നുന്നു. തൊട്ടിപ്പുറത്ത് 5 സ്റ്റാർ ഹോട്ടലുകളിൽ ഷെയ്ഖുമാരും സുൽത്താൻമാരും പോലും സൽക്കാരം കൊടുന്നു. ആരെയാ പഴപ്പിച്ചത്? ഇത്തിബാഉ മുഹമ്മദിൻ ഒഴിവാക്കിയിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തിബാഉ ഡാഷ്, അത് അറബികൾക്ക് ശീലമായി. മറ്റുള്ളവരാലോചിച്ചുകൊണ്ട് സങ്കടമുണ്ടോ? ഗാസയിലെ കുഞ്ഞുങ്ങളുടെ ദൈന്യതയാർന്ന ചിത്രം കാണുമ്പോൾ താങ്ങാൻ കഴിയാതെ സ്ക്രോൾ ചെയ്ത് ഒഴിവാക്കേണ്ടി വരുന്നു.
61 ദിവസമായി ഇന്നേക്ക് ബ്ലോക്കാണ്. ഒരു വഴിയിൽ നിന്നും ഒരു ട്രക്ക് പോലും, ഒരു ബ്രെഡിന്റെയോ ഒരു ഗോതമ്പിന്റെയോ ഒരു ട്രക്ക് പോലും അങ്ങോട്ടേക്ക് പോകുന്നില്ല. എന്നിട്ടോ അതിന്റെ 100 കിലോമീറ്റർ ഇപ്പുറത്ത് ഒരാടിനെ മുഴുവനും അറുത്തിട്ട് മൃദുലമായ ഭാഗം മാത്രം തിന്ന് ബാക്കി വേസ്റ്റ് ആകുന്നു അറബി ഷെയ്ഖും മക്കളും ഭാര്യയും. ഇതാണ് ഇന്നത്തെ ലോകം. ഒരാടിനെ മുഴുവൻ അറുത്ത് പൊരിച്ച് അത് തളികയിൽ വെച്ചിട്ട് അതിന്റെ സോഫ്റ്റായ ഭാഗം മാത്രം അത് മാത്രം സ്പൂണ് കൊണ്ട് കോരി തിന്ന് ബാക്കി മുഴുവനും മണ്ണിലേക്ക് വലിച്ചെറിയുന്ന അറബ് ഷെയ്ഖിന്റെ, അറബ് സുൽത്താന്റെ, അവരെ ഭാര്യമാരുടെ 100 കിലോമീറ്റർ അപ്പുറത്ത് കുഞ്ഞുങ്ങൾ വെള്ളം കുടിച്ചിട്ട് മാനം മര്യാദക്ക് തൊണ്ട നനയെ വെള്ളം കുടിച്ചിട്ട് മാസം 2 കഴിഞ്ഞു. ഇന്നത്തെ ലോകത്തിന് മുസ്ലിങ്ങളെ അവസ്ഥ ഇതാണെങ്കിൽ ബാക്കി പറയണ്ടല്ലോ. അവിടെ പോയി ആയുധം വിൽക്കുന്നവന്റെ കഥ ഞാൻ പറഞ്ഞില്ല, തമ്മിൽ അടുപ്പിക്കുന്നവന്റെ കഥ, ലാഭം കൊള്ളുന്നവന്റേത്, ഇതൊക്കെ വേറെയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി സങ്കടപ്പെടുക എന്നുള്ളതല്ല. മരിച്ചു കിടക്കുന്ന മയ്യത്തിന്റെ മുമ്പിൽ സെൽഫി എടുക്കുന്ന ടെൻഡൻസി. അതുകൊണ്ടല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്, മരിച്ചു കിടക്കുന്ന അല്ലെങ്കിൽ അപകടത്തിൽ മരണപ്പെട്ട വീട്ടിലേക്ക് പോയിട്ട് കോല് പിടിച്ചു പോയിട്ട് ചാനലുകാരൻ സങ്കടമുണ്ടോ എന്ന് മുറിവിൽ മുളക് പുരട്ടുന്ന ഏർപ്പാട്. അവർക്ക് ഇത് മനസ്സിലാവില്ല. മുതവാസിലൽ അഹ്സാൻ, മനുഷ്യന്റെ ദുഃഖം വായിച്ച മനുഷ്യന്റെ പേരാണ് മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദാഇമൽ ഫിക്ർ, ചിന്തിക്കുമായിരുന്നു, ആലോചിക്കുമായിരുന്നു. ചിരിയല്ല, ചിന്തയാണ് പ്രധാനം. ഏത് സമയത്ത് റസൂലുള്ളാഹിന്റെ അരികെ പോയാലും വലിയ വലിയ കാര്യങ്ങൾ ആലോചിക്കുകയായിരിക്കും. ആഴത്തിൽ കണ്ണ് തറച്ച് തുറച്ചു നിൽക്കുന്ന രൂപത്തിൽ ഗൗരവമുള്ള ഒരു വിത്തനല്ല, തമാശക്കാരനല്ല, ഒരു കോമാളിയല്ല, ഒരു കേവലം ഈ പറയുന്നത് പോലെ ഒരു കളിതമാശയുടെ ആളല്ല. ആള് സീരിയസ് ആയിരുന്നു. അതാണ് അതിന്റെ താല്പര്യം. ഇന്ന് ആഴത്തിലുള്ള ആലോചന, ആളുകൾക്കൊന്നും ആഴമില്ല. അതാണ് ആധുനികതയുടെ പ്രശ്നം. നമ്മൾ ഒരാളെ കാണുമ്പോ കാണുന്ന തന്നെ അയാൾ കുറെ ചിരിക്കും, കുറെ പറയും, കുറെ തിന്നും, കുറെ കഥ പറയും, കഥ കേൾക്കും, കോമഡി ആസ്വദിക്കും, കുറെ ഫോണിൽ സ്ക്രോളും. ഒരു ദിവസം കൂടി കഴിഞ്ഞ് പിറ്റേന്നായി അന്നും അത് തന്നെ, പിറ്റേന്നായി അന്നും അത് തന്നെ. അതിനപ്പുറത്തൊന്നില്ല. ഒരു മനുഷ്യനെയും ആഴമുള്ള ഡെപ്തുള്ള, മനസ്സിനെ ആഴമുള്ള മനുഷ്യനാക്കാൻ ആധുനികത ഒന്നും ചെയ്യുന്നില്ല. തൊലിപ്പുറമെയുള്ള ഉപരിപ്ലവമായ മനുഷ്യന്മാർ. എപ്പോഴും ഈ പറയുന്നത് പോലെ നല്ലത് തിന്നാൻ കിട്ടണം, നല്ലത് കുടിക്കാൻ കിട്ടണം, നല്ലത് ഉടുക്കാൻ കിട്ടണം, നല്ല സുഖങ്ങൾ കിട്ടണം, അത്രമാത്രം. അവിടെയാണ് റസൂലുള്ളാഹിന്റെ ഫിലോസഫി എന്ന് വേറെ. ലൈസ ലഹു റാഹ, മതിമറക്കുന്ന ഒരു സന്ദർഭം റസൂലുള്ളാഹിക്ക് ഉണ്ടായിട്ടില്ല. വിശ്രമിക്കുന്ന ഒരു സമയം പ്രവാചകൻ ഉണ്ടായിട്ടില്ല. പക്ഷേ അധികം കരയുന്ന നബി, വിഷണ്ണനായ നബി, ദുഃഖിക്കുന്ന നബി, സങ്കടപ്പെടുന്ന നബി, മൗനം പാലിക്കുന്ന നബി, ആഴമുള്ള നബി, ആഴി പോലെ ആഴമുള്ള നബി, ഡീപ് പ്രൊഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ലികുല്ലി ഹാലിൻ ഇൻദഹു ഇതാദുൻ, ഏത് പ്രതിസന്ധിയും മറികടക്കാനുള്ള വിൽ പവറും മനോബലവും ആ നബിക്കുണ്ടായിരുന്നു. പുതിയ സമൂഹത്തിന് അതില്ല. ഇസ്ലാം വേറിട്ട് നിൽക്കുന്ന പോയിന്റ് അതാണ്. മാർക്ക് കുറഞ്ഞാൽ ആത്മഹത്യ, MDMAക്ക് കാശ് കിട്ടാതായാൽ കോടാലി സ്വന്തം മാതാവിന്റെ നെഞ്ചത്ത്, വിചാരിച്ച പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കാതായാൽ കുടുംബം മൊത്തം പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്ന മനോഭാവം, വാക്ക് മാറിയാൽ കാമുകിക്ക് നേരെ പെട്രോളും മണ്ണെണ്ണയും ഒഴിച്ച് കത്തിക്കുന്ന വേറെ അതിതീവ്ര സാഡിസം. ഇതൊക്കെയാണ് ഇന്നത്തെ ടെൻഡൻസി എങ്കിൽ മറികടക്കാൻ കുട്ടികൾക്ക് പറ്റുന്നില്ല. ഗൗരവത്തിൽ ആലോചിക്കൂ. ജിമ്മിന് പോകുന്ന മക്കളാണ്, 6 പാക്ക് മക്കളാണ്, ജോഗിങ്ങിന് പോകുന്ന മക്കളാണ്. വെയിറ്റ് കരുതിയതിനേക്കാൾ 1 കിലോ കൂടിയാൽ ടെൻഷനാണ് കുട്ടികൾക്ക്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ടെൻഷനാണ്. 3 കിലോ കൂടി വെയിറ്റ്.
ഇനി ഈ മാസം കുറക്കണം. ഇതൊക്കെയാണ് പ്രധാന ചർച്ച. മുഖത്തിന്റെ തെക്ക് വടക്കേ മൂലയിൽ ഒരു ചെറിയ കുരു വന്നു. ഒരു ദിവസം മൊത്തം ടെൻഷനാണ്. അത്രയും സ്വന്തം ശരീരത്തെ, സ്വന്തം ഇമേജിനെ, പ്രതിച്ഛായയെ, ഷോയെ പൂജിക്കുകയും അതേസമയം മാനസികമായിട്ട് ഒരു ബലവും ഇല്ല. വിചാരിച്ച പോലെ നടക്കാതായാൽ മൂക്കുമ്മല് ശുണ്ടീന്റെ സ്ഫോടനാത്മകമായിട്ടുള്ള ബോംബുകളാണ് ഓരോ കുട്ടിയും. എന്റെ കുട്ടി, നിന്റെ കുട്ടി, നമ്മുടെ കുട്ടി എന്ന് പറയുന്നത് ഓരോ ആൽഫ ജൻ കുട്ടിയും ശുണ്ടീന്റെ ബോംബുകളാണ്, ദുർവാശീന്റെ ബോംബുകളാണ്. കയ്യിൽ നിന്ന് ഫോണ് വാങ്ങിയാ പൊട്ടിത്തെറി. പറഞ്ഞ സാധനം പറഞ്ഞ സമയത്ത് കൊടുത്തില്ലെങ്കിൽ പൊട്ടിത്തെറി. ആ പൊട്ടിത്തെറി കൂടി ലാസ്റ്റ് മാക്സിമം പൊട്ടിത്തെറി. ഇത് വെറുതെ പറയാണോ? പറയുമ്പോഴോ റെഡ് ബെൽറ്റ്, ബ്ലൂ ബെൽറ്റ്, ബ്ലാക്ക് ബെൽറ്റ്, ബ്രൗൺ ബെൽറ്റ്, പിങ്ക് ബെൽറ്റ്, ഈ ബെൽറ്റ് ബാക്കിയില്ല. അവിടെയാണ് ഇതുള്ളത്. ഉറക്കം എഴുന്നേറ്റ് നോക്കിയപ്പോ ഒരു കഥ കൂടി പറയാം. എഴുന്നേറ്റ് നോക്കിയതല്ല, എന്തോ ദേഹത്ത് തടയുന്നത് പോലെ തോന്നിയിട്ട് ഉറക്കം തെളിഞ്ഞതാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കുമ്പോഴുണ്ട് ഒരു വാള് പിടിച്ചിട്ട് ഒരാൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഉറക്കം തെളിഞ്ഞപ്പോ കാണുന്ന കാഴ്ച അതാണ്. വാളും പൊക്കി എതിരാളി മുമ്പിൽ. ഒരു ചോദ്യവും, മൻ യംനൗക മിന്നി. പണ്ട് മദ്രസയിൽ നബിദിനത്തിന് പറഞ്ഞത് ഓർമ്മയുണ്ടോ ഈ കഥ? മൻ യംനൗക മിന്നി, നിന്നെ എന്നിൽ നിന്ന് ആര് രക്ഷിക്കുന്നതാണ് അതിന്റെ വാക്കർത്ഥം. അതിന്റെ ഒരു സെൻഷ്വൽ മീനിങ്ങോ ഇപ്പന്തായി മുഹമ്മദ് എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തൊക്കെയായിരുന്നു, പവനായി ശവമായില്ലേ. ഇനിയിപ്പൊ ഞാൻ വിട്ടുവീഴ്ച ചെയ്യാതെ ഉടലുമ്മ തലയായി നീ പോവില്ലല്ലോ മുഹമ്മദേ. അള്ളാഹു, ജിബ്രീൽ, വഹയ്യ്, ആകാശം, ഗൈബ്, എന്തൊക്കെയായിരുന്നു. ഇനി പറയാൻ നീ എങ്ങനെ കഴിച്ചലാകും? ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ കാണാം, ഈ തിക്തമായ ഭീഷണമായ ഈ സാഹചര്യത്തിലും ഒന്നെഴുന്നേൽക്കുക പോലും ചെയ്യാതെ ഉറക്കച്ചടവോടുകൂടെ ആമിന ബീവിയുടെ മോൻ പറഞ്ഞു. അതെന്ത് പറയാനാണ്? അല്ലാഹ്, ഒരു എതിരാളിയെ ബഹുമാനിക്കണ്ടേ? വാള് പിടിച്ച് കൊല്ലാൻ നിൽക്കുന്ന എതിരാളിയെ ഒന്ന് റെസ്പെക്ട് ചെയ്യണ്ടേ? ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഒന്ന് കൂപ്പ് കൈയോടുകൂടെ ഒന്ന് വിധേയനായി ഒന്നും ചെയ്യല്ലേ എന്നുള്ള ഭാവത്തിൽ പറയണ്ടേ? അതല്ലൊരു മര്യാദ. ഇരിക്കുക പോലും, നിൽക്കാൻ പോയിട്ട് ഇരിക്കുക പോലും ചെയ്യാതെ ഉറക്കച്ചടവിലെ കിടത്തത്തിൽ പറഞ്ഞു മറുപടി. അല്ലാഹ്, ആള് താഴെ വീണു. അത് കയ്യിലാക്കിയിട്ട് തിരികെ ചോദിച്ചു, ഇനി പറ മന്യം നൗക മിന്നി, ഇനി നിന്നെ ആ രക്ഷപ്പെടുത്തു? അതിനെയാൾക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. റസൂലും നാവ് കൊണ്ടൊന്നും പറഞ്ഞില്ല, തല കൊണ്ടാട്ടി. കേട്ടോ, കൂട്ടിയാൽ കൂടുന്നതിന് നിന്നാൽ മതി മോനെ, വിട്ടോ. അതാണ് ലികുല്ലി ഹാലിൻ ഇൻദഹു ഇത്താദ്. സിക്സ് പാക്ക് ഇല്ല, ജിമ്മിന് പോയിട്ടില്ല, പൊടിതെന്ന് വീർപ്പിച്ചിട്ടില്ല, ജോഗിങ്ങിന് പോയിട്ടില്ല, എബിളിസത്തിന്റെ ആളല്ല, ഫിസിക്കലിസത്തിന്റെ ആളല്ല, ഒന്നുമില്ല. പക്ഷേ മനസ്സിന് ഉറപ്പുണ്ടായിരുന്നു മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നേരെ മാറ്റം. ഇതിൽ ഏതിലാണ് ബലം? ഏതിനാണ് ബലം? തന്നെ കൊല്ലാൻ വന്ന ആളുകൾ, നാട് കടത്താൻ അധ്വാനിച്ച ആളുകൾ, കുടുംബക്കാരെ കൊന്നു തള്ളിയ ആളുകൾ. ഫത്ഹു മക്ക ഒരു മാനവിക മനുഷ്യ സൗഹൃദത്തിന്റെ കഥ മാത്രമല്ല, മാനസിക ബലത്തിന്റെ കഥയാ. നിങ്ങളെ ആരെയും ഞാൻ കൊല്ലുന്നില്ല. ആയിരക്കണക്കിന് എതിരാളികളെ മുമ്പിൽ കിട്ടിയപ്പോൾ റസൂല് പറഞ്ഞല്ലോ, ഇന്ന് നിങ്ങളെ കൊല്ലുന്നില്ല, പോകൂ, പോയിക്കോളൂ. ഇത് റസൂലുള്ളാഹിന്റെ മനുഷ്യ സ്നേഹത്തിന്റെ കഥയായി നിർത്തരുത്. ഇത് മനുഷ്യ സ്നേഹത്തിന്റെ കഥയേക്കാൾ അത് മനഃശക്തിയുടെ കഥയാണ്. പ്രവാചകനെയും കുടുംബത്തെയും തന്നിൽ വിശ്വസിച്ച ആളുകളെയും
വായുവിൽ കരിയില പോലെ തല പാറിപ്പിക്കും വിധം കൊല ചെയ്ത ആയിരങ്ങളെ മുമ്പിൽ കിട്ടിയിട്ടും പൊയ്ക്കൊള്ളൂ എന്ന് പറയുന്ന മനുഷ്യനുള്ള യോഗ്യത, മാനവിക സ്നേഹം 2ാം സ്ഥാനത്താണ്. 1ാം സ്ഥാനത്ത് മനോബലമാണ്. അത് പറയാൻ ശക്തി വേണം. ക്ഷമിക്കാനാണ് ശക്തി വേണ്ടത്, അടിക്കാനല്ല. ക്ഷമിക്കാൻ. ആ ഫിലോസഫിയാണ് ആധുനികതയുടെ മുമ്പിൽ ഇസ്ലാം പറയുന്നത്. ഇത് ഞാൻ വെറുതെ ആവേശത്തിന് പറയല്ല. പുതിയ സമൂഹത്തിന് സബറാണ് ഇല്ലാത്തത്. ഏത് സബർ? സബർ, ക്ഷമ എന്ന് പറഞ്ഞാൽ ഈ ചള്ളയിൽ അടികിട്ടുമ്പോ, ഈ കവളിൽ അടികിട്ടുമ്പോ ഈ കവള് കാണിക്കലല്ല. ക്ഷമ എന്ന് പറഞ്ഞാൽ മൂഡ് ഓഫിന്റെ സന്ദർഭങ്ങളെ മറികടക്കലാണ്. നമ്മളെല്ലാ കുറ്റവും ചെയ്യുന്നപ്പോഴാ രസയില്ല, അപ്പൊ കള്ളുപിടിക്കാം. ഒരു രസം കിട്ടുന്നില്ല, അപ്പൊ പാർട്ടിക്ക് പോകാം. ഒരു രസയില്ല, മൂഡ് ഓഫ്, ഡള്ള്. എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. ഇതിലൊരു കാര്യം ചെയ്യാം, അവളെ കൂട്ടി പോകാം, അവന്റെ കൂടെ പോകാം, ഒരു ദിവസം കറങ്ങി വരാം, ആരും കാണില്ല, കോളേജ് കട്ടാക്കാം, വാതിൽ കുറ്റിയിടാം, ഇൻസ്റ്റാഗ്രാമിൽ ചാറ്റ് ചെയ്യാം എന്നതിൽ തുടങ്ങിയിട്ട് ലഹരി ഉപയോഗിക്കാം, സിന്തറ്റിക് അടിക്കാം, നാർക്കോട്ടിക് അടിക്കാം, MDMA, എന്തൊക്കെയാ ഉള്ളത്, എനിക്ക് അതിന്റെ പേരറിയില്ല, എന്തൊക്കെയുണ്ടോ അതിലേക്കൊക്കെ സ്ലിപ്പ് ആവുന്ന പോയിന്റ് ഏതാ? രസം കിട്ടുന്നില്ല ലൈഫിൽ. നോർമൽ ലൈഫിൽ രസം കിട്ടുന്നില്ല. അപ്പോ സമാന്തരമായ രസം തേടി പോവുകയാണ്. അവിടെയാണ് ഇസ്ലാമിന് പറയാനുള്ളത് 2 കാര്യം. ഒന്ന്, എപ്പോഴും ഭൗതികമായി മനുഷ്യന് രസം കിട്ടരുത്. മൂഡ് ഓഫും ജീവിതത്തിന്റെ ഭാഗമാണ്. പറയും, നിങ്ങൾ മനസ്സിലാവണം. മൂഡ് ഓഫും ജീവിതത്തിന്റെ ഭാഗമാണ്. രസം കിട്ടാത്ത നേരങ്ങൾ, അപ്പൊ ഒന്നുകിൽ കിടന്നുറങ്ങണം. എല്ലാ മൂഡ് ഓഫിന്റെ സന്ദർഭം മറികടക്കണം. ഇപ്പൊ എനിക്ക് രസം കിട്ടുന്നില്ല, കുറച്ചു നേരം വെയിറ്റ് ചെയ്യുക, നിസ്കരിക്കുക, ഓലോ ചെയ്യുക, ചിന്തിക്കുക, വായിക്കുക, പ്രാർത്ഥിക്കുക, ഒന്നും ചെയ്യാതെ ഇരിക്കുക. ഇതൊക്കെ ലൈഫിന്റെ ഭാഗമാണ്. അതൊന്നും ചെയ്യരുത്. എന്നിട്ട് നീ ഈ പൊടി മണക്കണം, വെള്ളം അടിക്കണം. അത് ആധുനികത. എന്താ പ്രശ്നം അറിയോ? പിന്നെ രസം കിട്ടാൻ വെള്ളം അടിച്ചോണ്ട് നിൽക്കണം, പൊടി മണത്തോണ്ട് നിൽക്കണം, പെണ്ണിന്റെ കൂടെ കറങ്ങിക്കൊണ്ട് നിൽക്കണം, ആണിന്റെ കൂടെ ചാടിക്കൊണ്ട് നിൽക്കണം. അതാ പിന്നെ പ്രശ്നം. അതിന്റെ വാലിഡിറ്റി തീരുമ്പോ പിന്നെ അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. മനുഷ്യനെ മനുഷ്യനല്ലാതാക്കും. ലൈഫ് വീണു പോകും. ഒറ്റ ലൈഫേ ഉള്ളൂ, ഒറ്റ ലൈഫേ ഉള്ളൂ, ഒറ്റ ജീവിതമേ ഉള്ളൂ. ആലോചിക്കേണ്ടതുണ്ട്. അപ്പൊ ഖുർആൻ പറഞ്ഞു, ഫസ്തഈനു ബിസ്സബ്ർ. നീ ആ മൂഡ് ഓഫിന്റെ നേരങ്ങളെ നീ മറികടക്ക്, നീ എന്നെ ആലോചിക്കും. അല്ലാഹു പറയുകയാണ്, നിനക്കിപ്പോ രസം കിട്ടുന്നില്ലെങ്കിൽ എന്നെ ആലോചിക്കും. നീ ഒളു കൊടുക്ക്, 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്ക്, നീ സുജൂദ് ചെയ്യ്, നീ ഖുർആൻ ഓത്, നീ എന്റെ അടുത്തേക്ക് വാ, പ്രതീക്ഷയോടെ വാ. 10-40 കൊല്ലം കഴിഞ്ഞാൽ, 10-20 കൊല്ലം കഴിഞ്ഞാൽ, 5-10 കൊല്ലം കഴിഞ്ഞാൽ നീ എന്റെ അടുത്തേക്ക് വരാനുള്ളവനല്ലേ? നിനക്ക് ലഹരിയായി ഞാൻ പോരെ. ലാസ്റ്റ് വിഷയം പറയാൻ പറഞ്ഞത് കൊണ്ടാണ് ലഹരിയിലേക്ക് കൺക്ലൂഷൻ ചെയ്യാം. എല്ലാ ഫ്ലക്സിലും ഇപ്പൊ അതാ ഉള്ളത്. ലഹരി പാടില്ല എന്നുള്ളതിനേക്കാൾ ഒരു അശാസ്ത്രീയമായ ആർഗ്യുമെന്റ് ലോകത്താർക്കെങ്കിലും പറയാൻ പറ്റുമോ? നിങ്ങൾ പറ. ലഹരി പാടില്ല, മനുഷ്യർ ലഹരി ഉപയോഗിക്കരുത് എന്ന് പറയുന്നതിനേക്കാളും അശാസ്ത്രീയമായ ഒരു മാനവിക വിരുദ്ധമായ പ്രസ്താവനയില്ല. മനുഷ്യന്റെ ഫണ്ടമെന്റൽ നീഡുകളിൽ ഒന്നാണ് ലഹരി. ഞാൻ എവിടെയും പറയുന്ന ഒരു കാര്യമാണത്. മനുഷ്യന്റെ 1ാമത്തെ ആവശ്യം ഉറങ്ങലാണ്, 2ാമത്തെ ആവശ്യം മൂത്രമൊഴിക്കലാണ്, 3ാമത്തെ ആവശ്യം വെള്ളം കുടിക്കലാണ്, 4ാമത്തെ ആവശ്യം കാഷ്ടിക്കലാണ്, 5ാമത്തെ ആവശ്യം ഭക്ഷണം കഴിക്കലാണ്, 6ാമത്തെ ആവശ്യം കുട്ടികൾക്കും വൃദ്ധന്മാർക്കും വസ്ത്രമാണ്, മധ്യപ്രായക്കാർക്ക് ലൈംഗികതയാണ്. ഇപ്പൊ 7ഉം 6ഉം അങ്ങനെയായി. 8ാമത്തെ ആവശ്യം പാർപ്പിടമാണ്, ഒരു വീടോ ഒരു കൂടോ ഒരു പൊത്തോ, കടന്നിറങ്ങാൻ ഒരു കൂര. 9ാമത്തെ ആവശ്യം വിനോദമാണ്. വിനോദം 4 വിധം: കല, കായികം, സംഗീതം, ലഹരി. ഈ 12 ആവശ്യമാണ് 2 കാലുള്ള എല്ലാ ജന്തുക്കളുടെയും ആവശ്യം, ആണാകട്ടെ പെണ്ണാകട്ടെ. ഇത് 13ാമത്തെ ആവശ്യം വരൂല, 11ലേക്ക് ചുരുങ്ങുകയില്ല. ഈ പറഞ്ഞ 12 ആവശ്യം മസ്റ്റാണ്. 12 ഉണ്ടാവും. അപ്പൊ പിന്നെ ശ്വാസോച്ഛ്വാസം ഒന്ന് ചിന്തിക്കണ്ട. ശ്വാസം കഴിക്കുന്ന മനുഷ്യന്റെ ആവശ്യമാണ് എണ്ണുന്നത്. അപ്പൊ മനുഷ്യന്റെ ഫണ്ടമെന്റലായ ചോദനകളിൽ പെട്ടെന്നാണ്
വിനോദം, എന്റർടൈൻമെന്റ്, രസം, അതന്നെ 4 എണ്ണാക്കി. കലാപരമായ രസങ്ങൾ കിട്ടണം, കായികം കിട്ടണം, സംഗീതം കിട്ടണം, ലഹരി കിട്ടണം. ഈ ലഹരി മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യമല്ലേ? അടിസ്ഥാന ആവശ്യമായ ലഹരി പാടില്ല എന്ന് പരിശുദ്ധ ഇസ്ലാം ഒരിക്കലും പറയില്ല. മറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ആദ്യം പറഞ്ഞ 11 ആവശ്യവും ഇസ്ലാം ഒന്നുകിൽ വാജിബാക്കി, അല്ലെങ്കിൽ സുന്നത്താക്കി, അല്ലെങ്കിൽ വ്യവസ്ഥയോടെ ഹലാലാക്കി. ഉറങ്ങൽ നിർബന്ധമാണ്. ഞാൻ ഉറങ്ങൂല എന്നൊരാൾ തീരുമാനിച്ചാൽ ഹറാമാണ്. വെള്ളം കുടിക്കൽ, മൂത്രയിക്കൽ, എന്റെ ബ്ലാഡർ പൊട്ടട്ടെ മൂത്രയിക്കൂലാന്ന് തീരുമാനിക്കൽ ഹറാമാണ്. മുട്ടിയ മൂത്രയിക്കണം. വെള്ളം കുടിക്കൽ നിർബന്ധമാണ്, കാഷ്ടിക്കൽ നിർബന്ധമാണ്, ഭക്ഷണം കഴിക്കൽ നിർബന്ധമാണ്, വസ്ത്രം വ്യവസ്ഥ ഉണ്ട് നിർബന്ധമാണ്, സെക്സ് സുന്നത്താണ്, വീട് സുന്നത്താണ്, ഒരവസ്ഥയിൽ നിർബന്ധമാണ്. ഇനി അടുത്തയിലേക്ക് പോയാലോ, കല പറ്റുന്നതും പറ്റാത്തതുണ്ട്, കായികം പറ്റുന്നതും പറ്റാത്തതുണ്ട്, സംഗീതം രാഗം പറ്റുന്നതും പറ്റാത്തതുണ്ട്. പക്ഷെ ലഹരി മുഴുവനും ഇസ്ലാം ഭൗതികമായത് ഹറാമാക്കി. എന്തുകൊണ്ട്? ഇസ്ലാം പറയുന്ന ലഹരി മറ്റൊരു ലഹരിയിലേക്ക് മനുഷ്യരെത്തലാണ്, ആത്മീകമായ ലഹരി. അപ്പൊ ഗവൺമെന്റ് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടത്തുമ്പോഴും, അല്ലെങ്കിൽ സന്നദ്ധ സംഘടനകൾ നടത്തുമ്പോഴും, മതസംഘടനകൾ നടത്തുമ്പോഴും, മഹല്ല് കമ്മിറ്റി നടത്തുമ്പോഴും അപൂർണമാവുക എപ്പോഴാണെന്ന് ചോദിച്ചാൽ, ലഹരി പാടില്ല എന്ന് പറഞ്ഞ് നിർത്താൻ പാടില്ല, സമാന്തര ലഹരി ഇസ്ലാം പരിചയപ്പെടുത്തി കൊടുത്തു. ഇസ്ലാം 2 ഘട്ടം ഘട്ടമായിട്ടാണ് കള്ള് നിരോധിച്ചതെന്ന് എപ്പോഴും നമ്മളൊക്കെ കേൾക്കാറുണ്ട്. ആദ്യകാലത്ത് മദ്യം കുടിക്കാൻ പറ്റുമായിരുന്നു. കള്ള് കുടിച്ചിട്ട് ഇമാമത്ത് നിന്ന കഥകൾ പോലും ഉണ്ട്. സഹാബികളുടെ കാലത്ത് കള്ളും കുടിച്ച് ഇശാ നിസ്കരിച്ചു, ഓതിയ സൂറത്ത് കുല്യ അയ്യുഹൽ കാഫിറൂൻ, ഇതൊക്കെ ലാസ്റ്റ് വന്നത്. കുല്യ അയ്യുഹൽ കാഫിറൂൻ, കുല്യ അയ്യുഹൽ കാഫിറൂൻ കുടിയന്മാരല്ലാത്ത ആളുകൾ ഓതിയാൽ തന്നെ ചിലപ്പോൾ തീരില്ല. ലാഅബ്ദു മാത്തഅബ്ദുവിന് വട്ടം കറങ്ങാൻ നല്ല ചാൻസ് ഉണ്ട്. ഇതൊരു കള്ള് കുടിയൻ ഓതിയാലോ ഒരിക്കലും തീരൂലല്ലോ. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. ആ നിസ്കാരം കഴിഞ്ഞപ്പോഴാണ്, ആ ഒരു കോണ്ടക്സ്റ്റിലാണ് ലാ തഖറബുസ് സലാത്ത വഅൻതും സുക്കാറ എന്ന് പറയുന്ന ആയത്തിറങ്ങുന്നത്. നിങ്ങൾ നിസ്കരിക്കുമ്പോഴെങ്കിലും കള്ള് കുടിക്കാതെ വരണമേ എന്നാണ് അതിന്റെ താല്പര്യം. മുഴുകുടിയന്മാർ നിസ്കരിക്കുമ്പോൾ കുടിക്കാത്തൊരു സ്ഥിതി വന്നു. പിന്നീട് മാസങ്ങൾക്ക് ശേഷം കള്ള് പൂർണ്ണമായി ഇസ്ലാം നിരോധിച്ചു. എന്തിനാണ് അവിടെ മാസങ്ങൾ വെയിറ്റ് ചെയ്തതെന്നറിയോ? കള്ള് കുടിക്കാതെ നിസ്കരിക്കാൻ വന്നപ്പോ ഇവർക്കൊരു ബദൽ ആനന്ദം, ലഹരി കിട്ടിത്തുടങ്ങി. ബോധത്തിൽ അള്ളാഹുവിനെ ഓർത്തപ്പോ, യാ അല്ലാ, ഞാനിപ്പോ ആരെ മുമ്പിലാണ് നിൽക്കുന്നത്? ആരെ മുമ്പിലാണ് ഞാൻ ഈ സുജൂദ് ചെയ്യുന്നത്? ആരെ മുമ്പിലാണ് ഞാൻ ഈ മുഖവും നെറ്റിയും മൂക്കും കൈപ്പള്ളകളും കാൽമുട്ടും കാൽവിരലുകളും കൊണ്ടുപോയി പതിപ്പിക്കുന്നത്? അല്ലാഹുവിന്റെ മുമ്പിലാണ്. എനിക്ക് നാളെ ഇവനെ കണ്ടുമുട്ടണം. ഞാൻ മരിച്ചാൽ ഇവനിലേക്കാണ് അണയാനുള്ളത്. ഞാൻ അവനെ കാണുന്നില്ലെങ്കിലും അവൻ എന്നെ കാണുന്നുണ്ട്. ആരെ വിശ്വസിക്കാൻ പറ്റില്ലെങ്കിലും തെറ്റാത്ത വിശ്വാസ്യത അവനിൽ അർപ്പിക്കാം. ഇത് പഴക്കാത്ത ഗണിതമാണ്. സുജൂദിൽ ഓർത്തു തുടങ്ങി, എഴുതാൽ ഓർത്തു തുടങ്ങി, നട്ടല് വളക്കാൻ, മുതുക് കുനിക്കാൻ, ചെന്നമരാൻ യോഗ്യതയുള്ളവന്റെ മുമ്പിലാണ് ഞാൻ ഇപ്പോഴുള്ളത്. ആ അറിവ് തിരിച്ചറിയാവുകയും ആ തിരിച്ചറിവ് ആനന്ദമാവുകയും അത് പിന്നീട് ലഹരിയാവുകയും ചെയ്തപ്പോ സമൂഹത്തിന്, സമുദായത്തിന്, സഹാബികൾക്ക് അല്ലാഹുവും റസൂലും ലഹരിയായി മാറിയപ്പോൾ ഖുർആൻ പറഞ്ഞു, ഫഹൽ അൻതും മുൻതഹൂൻ, ഇനി മുഴു ലഹരി വിരുദ്ധത നിങ്ങൾക്ക് പ്രാപിച്ചുകൂടെ, ഇനി കള്ള് വേണ്ട. അപ്പൊ അല്ലാഹുവിനെയും റസൂലിനെയും അനുഭവിക്കുന്ന പോയിന്റിലേക്ക് സഹാബികൾ എത്തിയപ്പോഴാണ് കള്ള് നിരോധിച്ചത്. ആത്മീക ലഹരി ഇല്ലാത്തൊരു സമൂഹത്തിനോട് കള്ള് കുടിക്കരുതെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ആത്മീക ലഹരി ഇല്ലാത്തൊരു ജനറേഷനോട് ലഹരി വസ്തുക്കൾ, സിന്തറ്റിക് നാർക്കോട്ടിക്സ് പ്രൊഡക്ട്സ് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അവര് കറങ്ങിത്തിരിഞ്ഞ് അതിലേക്ക് തന്നെ എത്തും. മനുഷ്യരല്ലേ, എന്തെങ്കിലും രസം വേണ്ടേ? ഒന്നുകിൽ ആത്മീക രസം എന്ന് ഞാൻ മാത്രം പറഞ്ഞ് കാട് കയറുന്നില്ല, ഒരു ഐഡിയോളജിക്കൽ രസം, അറ്റ് മിനിമം പുസ്തകം വായിക്കലെങ്കിലും. ബദൽ ലഹരി വേണം.
അപ്പൊ എപ്പോഴും ബാക്കിയാകുന്ന ലഹരിയാണ് നമ്മുടെ ചർച്ച. അത് ആത്മീകമാണ്, അള്ളാഹുവാണ്, റസൂലാണ്.